പീരിമേട്ടിൽ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ ഏറ്റെടുത്ത തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ. സിപിഐ ചീന്തലാർ ലോക്കൽ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരള സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം. തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാനെന്ന പേരിൽ തോട്ടം ഭൂമി മുറിച്ച് വിൽപ്പന നടത്തിയിട്ട് ആനുകൂല്യം തൊഴിലാളിക്ക് ലഭിക്കുന്നുണ്ടോ എന്നും സർക്കാർ പരിശോധിക്കണമെന്നും കെ സലീം കുമാർ ആവശ്യപ്പെട്ടു. മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുവാനുള്ള നടപടി ഉണ്ടാകണം. ആ നടപടി മാനേജ്മെന്റിന്റെ സ്വീകാര്യതയില്ല എങ്കിൽ ഗവൺമെന്റ് തന്നെ തോട്ടങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ തൊഴിലും ജീവിതവും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് 2025 സെപ്റ്റംബർ 21 മുതൽ 25 വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായുള്ള സംഘടന സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള സിപിഐ ചീന്തലാർ ലോക്കൽ സമ്മേളനമാണ് 2 ദിവസങ്ങളായി ചീന്തലാർ പുതുക്കടയിൽ നടന്നത്. ആദ്യ ദിവസം പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പ്രതിനിധി സമ്മേളനമാണ് നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി. തുടർന്ന് പ്രകടനമായി എത്തി പതാക ഉയർത്തുകയും രക്തപുഷ്പം അർപ്പിക്കുകയും ചെയ്തു. इनकलाब जिंदाबाद, इनकलाब जिंदाबाद, पार्टी कांग्रेस जिंदाबाद, पार्टी जिंदाबाद, लोकल सम्मेलन जिंदाबाद, इनकलाब जिंदाबाद। സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം വൈ ജയൻ, മണ്ഡലം സെക്രട്ടറി ജെയിംസ് ടി അമ്പാട്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി സജിമോൻ, വിവിധ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത എ മാനുവൽ, രജനി രവി, പ്രമീള രാഘവൻ, മിനി രഘു, ജിതിൻ ജയൻ, പി അർജുനൻ, രാധിക അശോകൻ, സഞ്ജു പുത്തമ്പരികൽ എന്നിവർ സംസാരിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ലോക്കൽ സമ്മേളനം ഇന്ന് അവസാനിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.